സമയം 8 മണി കഴിഞ്ഞ് 12 പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ 2:15 ഉച്ച കഴിഞ്ഞിട്ടുള്ള വിമാനത്തിലാണ് മടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ആ വിമാനം ബോർഡ് ചെയ്തത് മറ്റൊരു ഗേറ്റിൽ നിന്നാണ് എന്നുള്ള വിവരം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചില്ല. അറിയിക്കേണ്ടതാരാണ്? പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരാണ്. കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര വൈകിയതിൽ വിമാന കമ്പനിയെ പഴിചാരുകയാണ് കേരള ഹൗസ്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വിമാന കമ്പനി അറിയിച്ചിരുന്നുവെന്നാണ് വിശദീകരണം. ബോർഡിംഗ് ആരംഭിച്ച വിവരം വിമാന കമ്പനി അറിയിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ പരിശോധിക്കും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. 5 മണിക്കൂറോളമാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിന് ഡൽഹി വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കേരള ഹൗസ് വിമാന കമ്പനിയെ പഴിചാരുകയാണോ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാൻ കേരള ഹൗസിലാണുള്ളത്. ഇന്നലെ 2:50 ഇവിടെ നിന്ന് വിമാനം ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. ആ വിമാനത്തിൽ പുറപ്പെടാനായി നേരത്തെ തന്നെ 1:30 തന്നെ ഇവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് പോയി. പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ പ്രോട്ടോകോൾ ഓഫീസർമാർ ഇവിടെ നിന്നും നേരത്തെ അവിടെ എത്തുകയും വിമാനത്താവളത്തിലെത്തുകയും ഇങ്ങനെ ഒരു VIP വരുന്നുണ്ട് എന്ന വിവരം വിമാന കമ്പനി അറിയിക്കുകയും ചെയ്യും. ശേഷം ഒപ്പം പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള VIPക്കൊപ്പം തന്നെ നിൽക്കുകയും അവരെ വിമാനം കയറ്റിയ ശേഷം തിരികെ മടങ്ങുന്നതുമാണ് രീതി. പക്ഷേ ഇക്കാര്യത്തിൽ വലിയൊരു വീഴ്ച വന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സാധാരണഗതിയിൽ ഗേറ്റ് നമ്പർ മാറിയെങ്കിൽ അത് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ അറിയണമായിരുന്നു. പക്ഷേ അവരറിഞ്ഞില്ല. മാത്രമല്ല, ഇത് അറിഞ്ഞു വന്നപ്പോഴേക്ക് വിമാനം പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. വിമാനം ഇനി കയറ്റാൻ കഴിയില്ല എന്നറിയിച്ചു. 2:50 പോകേണ്ട വിമാനമാണെന്ന് ഓർക്കണം അരുൺകുമാർ. പിന്നീട് കോഴിക്കോടേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കണ്ണൂരേക്ക് വിമാനമെടുത്ത് 7:15 വൈകുന്നേരം രാത്രി 7:15 പോകാൻ കഴിഞ്ഞത്. മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ പിണറായി വിജയന് കാത്തിരിക്കേണ്ടി വന്നു എന്നതായിരുന്നു ഇന്നലത്തെ കാര്യം. ഇന്നിപ്പോൾ വിശദീകരണം വരുന്നത് കേരള ഹൗസ് ജീവനക്കാർ പറയുന്നത് അവിടെ വിമാന കമ്പനിയെ അറിയിച്ചു. സാധാരണഗതിയിൽ വിമാന കമ്പനിയിലെ ജീവനക്കാരാണ് ഗേറ്റ് മാറിയ കാര്യം VIP അറിയിക്കേണ്ടത്. പിന്നീട് VIP-യുമായി വിമാനത്തിലേക്ക് പോകേണ്ടതും വിമാന കമ്പനിയുടെ ചുമതലയാണ് എന്നാണ് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിശദീകരണമായി പറയുന്നത്. ഏതായാലും നടപടി വരും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കേരള ഹൗസിലേക്ക് വിളിക്കുകയും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. മണിക്കൂറുകളോളം ദില്ലി വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വന്നതിന് കാരണം തേടിയിട്ടുണ്ട്. നടപടി ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവധി ദിനമാണെങ്കിലും അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതങ്ങനെയാണ്. ക്യാബിനറ്റ് റാങ്കുള്ള ഏത് ഉദ്യോഗസ്ഥനും യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രോട്ടോകോൾ ഓഫീസറാണ് ആ വിമാനയാത്രയുടെ വിവരങ്ങൾ കൃത്യമായി കൈമാറേണ്ടത്. അക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി കേരള ഹൗസ് പറയുന്നത് പോലെ വിമാന കമ്പനിക്ക് പിഴവ് പറ്റിയതാണോ എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥൻ എയർപോർട്ടിൽ എത്തേണ്ടതല്ലേ? എയർപോർട്ടിലെത്തി ബോർഡ് ഗേറ്റിൽ മാറുന്നുണ്ടെങ്കിൽ ആ കാര്യം പ്രതിപക്ഷ നേതാവിനെ അറിയിക്കേണ്ടതല്ലേ? ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് ആവർത്തിക്കാൻ പാടില്ല.